ശ്രീ സദാനന്ദൻ മാസ്റ്റർ, ഇവിടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം ഏകതയിലാണ് എന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം പറയുമ്പോൾ ഇനിയും സംഘം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതിൻ്റെ, അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ ആശങ്കകൾ ദൂരീകരിക്കേണ്ടതിൻ്റെ ആവശ്യം ഇനിയുമുണ്ടോ? ഈ ഏകതാ മനോഭാവം RSSനില്ല എന്നുള്ള വിമർശനങ്ങൾ എങ്ങനെ നോക്കിക്കാണും? രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതെ, അതിനു മുമ്പ് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ ഹരി ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ സമയമെടുത്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് രോഹിണിയുടെ ചോദ്യത്തിലേക്ക് വരാം. ഡോക്ടർ ഹരി പറയുകയുണ്ടായി, RSS ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. വാസ്തവത്തിൽ അത്ഭുതകരമായ ഒരു ചോദ്യം. ഡോക്ടർ ഹരിയെ പോലെയുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. കാരണം ഭരണഘടന എന്നുള്ളത്, അതിൻ്റെ സത്ത, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തീർത്തും ചവിട്ടി അരക്കപ്പെട്ട കാലത്ത് അതിനെതിരെ പടപൊരുതിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അത് സംഘത്തിൻ്റെ പ്രവർത്തക ശേഷി ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല, പൊതുസമൂഹത്തെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിശക്തയായ നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അന്ന് ഭരണഘടന റദ്ദ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനമുണ്ടായത്. ആ പ്രവർത്തനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് RSS ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ നാടിൻ്റെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന, നമ്മുടെ നാടിൻ്റെ ദൈനംദിന വ്യവഹാരങ്ങളെ നിർവചിക്കാൻ കഴിയുന്ന, നമ്മുടെ നാടിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ഭരണഘടന നിലനിൽക്കേണ്ടതുണ്ട് എന്ന താല്പര്യം കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഭരണഘടനയ്ക്കെതിരാണ് RSS എന്ന് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങളെ സംബന്ധിച്ച പോലുള്ള ആളുകൾ വിലയിരുത്തുന്നത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിലായിരിക്കണം എന്ന് മുൻവിധിയോടെ നിശ്ചയിച്ച ചില ആളുകൾ വ്യക്തമല്ലാത്ത, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അനേകം കാര്യങ്ങൾ സംഘത്തിനെതിരെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. RSS ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, RSS ഏകതയെ അംഗീകരിക്കുന്നില്ല, RSS നാടിൻ്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് RSSനെ ഭയപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ RSSൻ്റെ വളർച്ചയെ ആഗ്രഹിക്കാത്ത ആളുകളാണ്, അതിൽ അസഹിഷ്ണുത പുലർത്തുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഈ ഉദ്ബോധനമാണ് ഡോക്ടർ ഹരിയെ പോലുള്ള ആളുകൾ ആവർത്തിക്കുന്നത് എന്നത് ഖേദകരമാണ്. RSS ഒരിക്കലും ഭരണഘടനയ്ക്കെതിരല്ല, മാത്രമല്ല ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനമാണ് താനും. അതൊരു കാര്യം. മറ്റൊന്ന്, തുഷാർ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ഈ തുഷാർ ഗാന്ധി ജവഹർ ബാലഭവൻ്റെ ശക്തനായ സാരഥിയാണ് ഡോക്ടർ ഹരി. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ജവഹർ ബാലഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഈ തുഷാർ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ശക്തി ഉണ്ടാകുമോ ഡോക്ടർ ഹരി? കാരണം അദ്ദേഹം ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. വനിതാ ദിനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ എത്ര ആഭാസകരമായ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടത് എന്ന് നമുക്കറിയാവുന്ന. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഗാന്ധിജിയുടെ പ്രപൗത്രൻ, മകൻ്റെ മകൻ്റെ മകൻ എന്നുള്ളത് ഒഴിച്ചാൽ ഗാന്ധി സംസ്കാരവുമായി, ഗാന്ധിയൻ ദർശനങ്ങളുമായി, ഗാന്ധിയൻ നിലപാടുമായി എന്ത് ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഒരു കറകളഞ്ഞ നിരീശ്വരവാദിയാണ്. ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈശ്വര അല്ലാ തേരേ നാം എന്ന തരത്തിൽ ആധ്യാത്മിക ശക്തിയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭാവാത്മക മതവാദി തന്നെയായ ഗാന്ധിജിയുടെ പ്രപൗത്രൻ എന്നുള്ള ഒരൊറ്റ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ തുഷാർ ഗാന്ധിക്ക് വേണ്ടി ഡോക്ടർ ഹരിയെപ്പോലുള്ള ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കുക എന്ന കാര്യവും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഹിന്ദുത്വ എന്ന ഒരു ആശയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഹിന്ദുത്വ എന്ന പ്രയോഗം ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ മതേതര വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംവാദത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ തീർച്ചയായും പരിശോധിക്കപ്പെടും. ആ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് ഹിന്ദുത്വ എന്ന ആശയം ഒരു കാരണവശാലും
ഒരു സാഹചര്യത്തിലും ഒരു ഘട്ടത്തിലും മതാധിഷ്ഠിതമല്ല. അത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതീയ സംസ്കൃതിയുമായി നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ടുകളായി നമ്മുടെ ഈ ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിച്ചമുള്ള ഒരു പ്രദേശമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന ഉജ്ജ്വലമായ ദേശീയ ആദർശങ്ങളുടെ ആകെ പേരാണ് ഹിന്ദുത്വ എന്നുള്ളത്. ആ ഹിന്ദുത്വ എന്ന ആശയം വർഗീയമാകുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ ഡോക്ടർ ഹരി പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പലപ്പോഴും ഈ മതേതരത്വം എന്ന പദത്തെ നിർവചിക്കുമ്പോൾ അവർ ഇരുട്ടിൽ തപ്പുന്നത് നമ്മൾ കാണാറുണ്ട്. കേരളം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ, ഹിന്ദുത്വത്തിൻ്റെ ആവിഷ്കാരങ്ങളായിട്ടുള്ള എന്തിനേയും അംഗീകരിക്കാൻ അവർ വിമുഖത കാണിക്കാറില്ല. കാരണം അത് ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ മാനസിക വ്യവഹാരങ്ങളുമായി, അവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് എന്നവർക്ക് നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ട് അവർ ആ കാര്യത്തിൽ പലപ്പോഴും പത്രക്കാരുടെ ചോദ്യങ്ങളാവട്ടെ, രാഷ്ട്രീയക്കാരുടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാവട്ടെ, അതിനൊക്കെ ഉത്തരം പറയുമ്പോൾ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഹിന്ദുത്വ എന്ന ആശയത്തിന് അവർ കൊടുക്കുന്ന മൂല്യമാണ്. ഹിന്ദുത്വ എന്ന ആശയം ഡോക്ടർ ഹരി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട എന്ന് നമുക്ക് പറയാം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദുത്വ എന്ന ആശയം വെറുക്കപ്പെടേണ്ട ഒരു ആശയമാണ്. അതിനു മുമ്പ് നമ്മുടെ ചിദംബരം, ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം, അദ്ദേഹമാണ് ആദ്യമായി സാഫ്രൺ ടെററിസം എന്ന വാക്ക് ഉപയോഗിച്ചത്. തികച്ചും അപലപനീയമായൊരു പ്രയോഗമാണത്. കാവ്യവൽക്കരണം അല്ലെങ്കിൽ കാവ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരവാദം നമ്മുടെ ഭാരതത്തിൽ എന്ന അദ്ദേഹത്തിൻ്റെ പ്രയോഗം തന്നെ നമ്മുടെ നാടിൻ്റെ സംസ്കൃതിക്കെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ ഭാരതത്തിൽ. കാവ്യയുടെ പേരിൽ ഒരു ഭീകരവാദം ഭാരതത്തിൽ പിറവിയെടുക്കില്ല, അതിന് നിലനിൽപ്പുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് ഹിന്ദുത്വം എന്ന ആശയത്തെക്കുറിച്ച് പലരും വെച്ച് പുലർത്തുന്ന വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത നിലപാട് കൊണ്ടാണ്. ഹിന്ദുത്വം 100% ഭാവാത്മക മതേതരത്വത്തെ അംഗീകരിക്കുന്ന ദർശനമാണ്. ഭാവാത്മക മതേതരത്വവും ഇന്ന് നമ്മൾ പ്രയോഗത്തിൽ കാണുന്ന മതേതരത്വവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെ തലങ്ങളിലേക്ക് ഇനിയുള്ള സന്ദർഭത്തിൽ അവസരമുണ്ടെങ്കിൽ ഞാൻ വരാം. ഭാവാത്മക മതേതരത്വം പറയുന്നത് സർവധർമ്മ സമഭാവന. മഹാത്മാഗാന്ധിജിയൊക്കെ ഉദ്ഘോഷിച്ചത് തന്നെയാണ്. എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതവിശ്വാസങ്ങളെയും സമാനമായി കണ്ടുകൊണ്ട് ആരോടും പ്രീണനമില്ലാതെ, ആരെയും അവിഹിതമായി അനർഹമായി പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ ഭാവാത്മക മതേതരത്വം അല്ലെങ്കിൽ സർവധർമ്മ സമഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ സർവധർമ്മ സമഭാവന എന്നുള്ളതും മത സാഹോദര്യം എന്നുള്ളതും മതേതരത്വം എന്നുള്ളതുമൊക്കെ പലപ്പോഴും മറ്റു പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഏതായാലും ഈ അവസരത്തിൽ ഞങ്ങളിതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് സാർ പ്രതീക്ഷിച്ച അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ശ്രീ സദാനന്ദൻ മാസ്റ്റർ, താങ്കളിലേക്ക് എത്താം.